ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു എഗ് റൈസാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഈ വൈറ്റ് റൈസ് ചെമ്പാരി എന്ന് പറയുന്നത് ഞാൻ 2.5 ഗ്ലാസ് ചെമ്പാരി എടുത്ത് കുറച്ചൊരു 10 മിനിറ്റ് കുതിക്കാൻ വെക്കും. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മുട്ട, സവാള, 2 തക്കാളി, ഞാൻ 3 സവാളയാണ് എടുത്തേക്കുന്നത്, എരിവിനാവശ്യമായിട്ടുള്ള മുളക്, നന്നായിട്ട് സ്ലിമ്മായിട്ട് അരിഞ്ഞ് എല്ലാം അതുപോലെ അരിഞ്ഞ് വെക്കുക. പിന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടർ ഇടുന്നത് നല്ലതായിരിക്കും. ഞാനത് ചെയ്തില്ല, ഇല്ലായിരുന്നു. അതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉള്ളിയും മുളകും വഴറ്റി കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് പതുക്കെ നമ്മൾ തക്കാളിയും കൂടെ ഇടുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഐറ്റം മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, ക്യാപ്സിക്കം അങ്ങനെയൊക്കെ ചേർക്കാം. എനിക്കിപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നൊരു ഐഡിയ തോന്നി ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ഇതുപോലെ മുട്ട ചിക്കി അതിൻ്റെ അകത്ത് ഇച്ചിരി കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഉടച്ച് ശരിപ്പെടുത്തി. പിന്നെ ഇതിൽ എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ സോയ സോസും ചില്ലി സോസും പിന്നെ കുറച്ച് ഒരു ചെറിയ പാക്കറ്റ് ടൊമാറ്റോ സോസും കൂടെ ഞാൻ ഇട്ടായിരുന്നു. അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അതും കൂടെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടും. പിന്നെ പതുക്കെ നമ്മൾ വേവിച്ച് വെച്ച അരി നമ്മൾ അധികം വേവിക്കരുത്. ഒരു 90% വേവിച്ച് വെച്ച അരി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. 90% വെന്ത കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. സ്പൂണിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും ഉടഞ്ഞു പോവില്ല. സോ അങ്ങനെ നമ്മൾ മുട്ട റൈസ് ഉണ്ടാക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മസാല എല്ലായിടത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ആ ചൂടോടെ നമുക്ക് കഴിക്കാം, കുറച്ചേറെ നേരം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.